Download now. CC Learning app. ഹായ് ഹലോ വെൽക്കം ടു CC ബാങ്ക്. CC ബാങ്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ CCB എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലായിരിക്കും നിങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു ആദ്യം തന്നെ. അപ്പോൾ ഈ CSEB എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് കണ്ടന്റുകൾ അതിൽ നമുക്ക് സിലബസിൽ പറഞ്ഞ കണ്ടന്റുകൾ പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ടോ, അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ, കൂടാതെ അതിലേക്ക് എത്താനുള്ള വഴി എന്ന് വെച്ചാൽ പ്രിപ്പറേഷനാണ്. അത് MCQ പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ടോ, കണ്ടന്റ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, ആ കണ്ടന്റിൽ നിന്നും എന്താണ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് നമ്മൾ പഠിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആ പ്രിപ്പറേഷൻ നമ്മൾ നടത്തുന്നുണ്ടോ പ്രോപ്പറായിട്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് PYQ പ്രീവിയസ് നടന്ന എക്സാമിൻ്റെ പ്രീവിയസ് നടന്ന ഓരോ എക്സാമിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം നോക്കി അത് പ്രോപ്പറായിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഇങ്ങനെ 1, 2, 3 ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ തന്നെ നമുക്ക് ഏതാണ്ട് പാറ്റേണുകൾ മനസ്സിലാവും, എവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവും. അതിനനുസരിച്ചാണോ നമ്മൾ പഠിക്കുന്നത്, എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണ്ടേ. അതുകൊണ്ട് തന്നെ PYQ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ CSEB എക്സാമിന് ചോദിച്ച കുറച്ച് PYQ ആണ് ബാങ്കിങ്ങിൻ്റെ. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യമാണ്, effective from the reporting fortnight beginning November 29, 2025, all cooperative banks are required to maintain the CRR cash reserve ratio of dash of their NDTL. എത്രയായിരിക്കാം CRR cash reserve ratio? cash reserve ratio എന്നുള്ളത് എന്താണെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിക്കുന്നതാണ് CRRും SLRും. ഒന്ന് സെൻട്രൽ ബാങ്കിലേക്ക് നിശ്ചിത ശതമാനം വെക്കുന്നതും മറ്റേത് അതാത് ബാങ്കുകളിൽ എന്താണ് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കറണ്ട് അസറ്റ് എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് എടുക്കാനുള്ള രീതിയിൽ നമ്മൾ ഗോൾഡായിട്ടും മറ്റുമായിട്ട് വെക്കുന്നതാണ് CRRും SLRും. അപ്പോൾ ഇവിടെ പ്രത്യേകമായ ഡേറ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 2025 നവംബർ 29 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഏതായിരിക്കും, അതായത് CRR അവരുടെ NDTL നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി അതിനനുസരിച്ച് എത്രയായിരിക്കും എന്നാണ്, എത്ര പെർസെൻറ്റേജ് ആണ് ചോദിക്കുന്നത്. 4%, 3.75, 3.25, 3%. എത്രയാണ്? യെസ്, അവിടെ 3% ആൻസർ ആയിട്ട് വരുന്നത്. ഏതാണ്? 3% അവിടെ എന്ത് വരുന്നത്, ആൻസർ ആയിട്ട് വരുന്നത്. എത്രയാണ്? 3%. ഓക്കെ, ശരി. അടുത്ത ചോദ്യം, ഇവിടെ ഡേറ്റ് പ്രത്യേകം പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വാസ് മെയ്ഡ് അപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് ബാങ്ക് വിത്ത് എഫക്ട് ഫ്രം ഡാഷ്. വർഷം ചോദിച്ചിട്ടുണ്ട്. എത്രയാണ്? അതായത് BR ആക്ട് അവിടെ കോപ്പറേറ്റീവ് ബാങ്കിനും കൂടി അപ്ലിക്കബിൾ ആയി അത് എഫക്റ്റ് ആയി വന്നത് എപ്പോഴാണെന്നാണ് ചോദ്യം. നോക്കിയേ, മാർച്ച് 1, 1966, മാർച്ച് 16, 1949, സെപ്റ്റംബർ 25, 1965 ആൻഡ് ഡിസംബർ 31, 1965. ഏതായിരിക്കും വരിക? ഇവിടെ കൃത്യമായൊരു ഡേറ്റ്, അതായത് സാധാരണഗതിയിൽ ചില എക്സാമിനൊക്കെ എന്തേ ചോദിക്കാറുള്ളൂ, ഒന്നുകിൽ ഡേറ്റ് അല്ലെങ്കിൽ വർഷം, ഒന്നുകിൽ തീയതി അല്ലെങ്കിൽ എന്താണ്. തീയതി എന്ന് പറയുമ്പോൾ അവിടെ എന്താ ഡേറ്റും അതേപോലെ മന്തും മാത്രമേ ചോദിക്കാറുള്ളൂ, അല്ലെങ്കിൽ ഇയർ മാത്രമേ ചോദിക്കാറുള്ളൂ. ഇവിടെ വ്യക്തമായിട്ട് മൊത്തം, അതായത് ഡേറ്റ് വേണം, മന്ത് വേണം, ഇയർ വേണം, ഇങ്ങനെ വ്യക്തമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബാങ്കിങ് ആയിട്ട് ബന്ധപ്പെട്ട് ഓരോരോ ഡേറ്റും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഡേറ്റ് എന്ന് പറയുമ്പോൾ വെറുതെ ഇയർ മാത്രമല്ല, ഡേ, മന്ത്, ഇയർ, ഇത് മൂന്നും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. ഇവിടെ ഏതായിരിക്കും വരിക? യെസ്, മാർച്ച് 1, 1966 ആണ്. മാർച്ച് 1, 1966 ആണ് ഇവിടെ ആൻസർ വരിക. അപ്പോൾ ഓരോരോ ദിവസവും മാസവും വർഷവും വരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവാറും അല്ലെങ്കിൽ മിക്ക എക്സാമിനും ചോദിക്കുന്നതാണ്, മറന്നു പോകാതെ പഠിച്ചു വെക്കണം. ഓക്കെ, ശരി. അടുത്ത ചോദ്യം നോക്കാം. ഓൺ ലോസ് അസറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഹാവ് ടു മേക്ക് പ്രൊവിഷൻ ഓഫ് ഡാഷ്. എത്രയാണ്? ഓൺ ലോസ് ഓഫ് അസറ്റ്, അതായത് കോപ്പറേറ്റീവ് ബാങ്കിൽ ലോസ് ഓഫ് അസറ്റ് ആണെങ്കിൽ ബാങ്ക് ഹാവ് ടു മേക്ക് പ്രൊവിഷൻ ഓഫ് ഡാഷ്. എത്ര പെർസെൻറ്റേജ് ആണ് അവിടെ പ്രൊവിഷൻ കൊടുക്കുക എന്നാണ് ചോദ്യം. 10%, 20%, 50%, 100%. അവിടെ ലോസ് ഓൺ അസറ്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ്, ആ ലോസ് നികത്തുന്നത് വരെയുള്ള പ്രൊവിഷനാണ് അല്ലേ, ആ ലോസ് നികത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയാണോ ലോസ് അതിന്റെ 100% വരെ അവിടെ എന്താണ്, അവിടെ പ്രൊവിഷൻ ചെയ്യുന്നുണ്ട് അല്ലെ. 100% വരെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവിഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരി. അടുത്ത് നോക്കിയാം. അപ്പോൾ നമ്മളെ CSEB എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും നിങ്ങൾ നടത്തുന്നത് അല്ലേ. CSEB എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആണ് നിങ്ങൾ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രിപ്പറേഷൻ നല്ല സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാവും. അപ്പോൾ ഇനിയും ഈ പ്രിപ്പറേഷൻ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ
അത് ചിലപ്പോൾ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ്, അവർക്ക് ചിലപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞെന്ന് വരില്ല. അവർക്ക് എങ്ങനെയാണ് MCQs കാണുമ്പോൾ തന്നെ ചിലപ്പോൾ ബുദ്ധിമുട്ടായുള്ള ആൾക്കാർ നമ്മളുടെ ഇടയിലുണ്ടാവും അല്ലേ. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് MCQs ഡിസ്കസ് ചെയ്യുന്നത്, അതിൽ നിന്നും എങ്ങനെയാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുക, അതുപോലെ ഈ എന്താണ് ബോർഡർ ലൈനിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ നമ്മളെ കൂടെ ഉണ്ടാവും, അവർക്ക് എങ്ങനെയാണ് ബോർഡർ കടക്കാൻ വേണ്ടി പറ്റുക എന്നൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാനും നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് CC ബാങ്കിൽ 2 ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് 3 month ബാച്ചും 6 month ബാച്ചും. അപ്പോൾ 6 month ബാച്ചിൽ പ്രോപ്പറായിട്ട് ഫസ്റ്റ് മുതൽ അല്ലെ ബേസിക് ആയുള്ള കാര്യങ്ങൾ മുതൽ ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകും. 3 month ആണെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മളെ പ്രോപ്പറായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ബോർഡറിൽ നിൽക്കുന്ന ആൾക്കാരോ ഒരു പുഷ് കൊണ്ട് ചിലപ്പോൾ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, അവരെ കൂടെ ഫോക്കസ് ചെയ്താണ് 3 month ബാച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും നമ്മളെ ബോർഡ് നമ്പർ 89 21 44 05 80 എന്നീ ബോർഡ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ശരി. അടുത്ത ചോദ്യം, ഫോളോയിങ് ദി ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അമെൻമെന്റ് ആക്ട് ഡാഷ് ദി ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് വാസ് എക്സ്റ്റൻഡഡ് ടു എലിജിബിൾ കോപ്പറേറ്റീവ് ബാങ്ക്. അതായത് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ DIC അമെൻമെന്റ് ആക്ട് ഇത്ര വർഷം പ്രകാരം ദി ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് വാസ് എക്സ്റ്റൻഡഡ് ടു എലിജിബിൾ കോപ്പറേറ്റീവ് ബാങ്ക് അല്ലെ, കോപ്പറേറ്റീവ് ബാങ്കിന് കൂടി ആ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് അവിടെ എന്താണ് എക്സ്റ്റെൻഡ് ചെയ്തു എലിജിബിലിറ്റിക്ക് വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വർഷം ഏതായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ വർഷം മാത്രമേ ചോദിച്ചുള്ളൂ അല്ലെ. കഴിഞ്ഞൊരു ചോദ്യത്തിന് നിങ്ങൾ ശ്രദ്ധിച്ചു, അത് കൃത്യമായിട്ട് തീയതി ചോദിച്ചു, മാസം ചോദിച്ചു, വർഷം ചോദിച്ചു. ഇവിടെ വർഷം മാത്രമേ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇത്തരത്തിൽ 2 രീതിയിലും ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, കറക്റ്റ് ഡേറ്റ്, ഡേയും അതേപോലെ മന്തും അതേപോലെ തന്നെ ഇയറും തന്നെ മനസ്സിലാക്കി വെക്കുക അല്ലെ. ഇവിടെ ഏതായിരിക്കും ആൻസർ വരിക, 1968 അല്ലെ. ഏതാണ്, C ആണ് ആൻസർ ആയിട്ട് വരുന്നത്, 1968 അല്ലെ. 1968 ഇവിടെ എന്ത് വരുന്നത്, ആൻസർ ആയിട്ട് വരുന്നത്. ശരി, അടുത്ത് നോക്കിയേ, ഡാഷ് ഈസ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോവൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്കർ ആൻഡ് നോട്ട് എക്സ്പ്രസ്ഡ് ടു ബി പേയബിൾ അതർവൈസ് ദാൻ ഓൺ ഡിമാൻഡ്. എന്താ ചോദ്യം, ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്, ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്കർ. ഒരു സ്പെസിഫൈഡ് ബാങ്കർ ആണ് എന്ത് ചെയ്യുന്നത്, അതിനു വേണ്ടി, അല്ലെങ്കിൽ സ്പെസിഫൈഡ് ബാങ്കർ ആണ് അവിടെ ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്കർ ആണ്. നോട്ട് എക്സ്പ്രസ്ഡ് ടു ബി പേയബിൾ അതർവൈസ് നോട്ട് അല്ലെങ്കിൽ ദാൻ ഓൺ ഡിമാൻഡ് അല്ലെ. മറ്റൊരാൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരു ഡിമാൻഡിന് മുകളിൽ എക്സ്പ്രസ് ചെയ്യാനും മറ്റൊന്നും പാടില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? നമുക്കറിയാം ഇവിടെ താഴെ 4 ഓപ്ഷനാണ്, ചെക്ക്, പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഓൾ ഓഫ് ദി എബോവ്. പ്രോമിസറി നോട്ടും ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആകുമ്പോൾ ചിലപ്പോൾ എന്താണ് മറ്റൊരാൾക്കോ അല്ലെങ്കിൽ അങ്ങനെ പല രീതികളും അതിനുണ്ട് അല്ലെ. അതായത് മൂന്നാമതൊരു പേയ്ക്കോ മറ്റൊരാൾക്ക് അത് കൊടുക്കാനും വാങ്ങാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ അതിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഏതാണ് ആൻസർ വരിക, ഏത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്? യെസ്, ചെക്ക് ആണ് ആൻസർ ആയിട്ട് വരിക അല്ലെ. ഏതാണ്, ചെക്ക് ആണ് ഇവിടെ എന്ത് വരിക, ആൻസർ ആയിട്ട് വരുന്നത്. ഏതാണ്, ചെക്ക് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ശരി. അപ്പോൾ നമ്മളെ CCയുടെ ആപ്പിനെ പറ്റിയും കൂടി പറയാം. നമ്മളെ CCയുടെ ആപ്പിൽ ഇതേപോലെ ഒരുപാട് എക്സാമിന് വേണ്ടിയിട്ട് അല്ലേ, നമ്മളെ കോമ്പറ്റേറ്റീവ് എക്സാം, PSC പോലുള്ള എക്സാം, അതുപോലെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള നമ്മളെ CCB പോലത്തുള്ള എക്സാമുകൾ, അതുപോലെ അധ്യാപക ജോലികളായ സെറ്റ്, നെറ്റ്, അതേപോലെ HSST, പിന്നീട് അങ്ങനെയുള്ള ഒരുപാട് കേട്ടറ്റ് പോലുള്ള യോഗ്യത പരീക്ഷകൾക്കൊക്കെ നമ്മളെ CCയിൽ, പിന്നീട് PSCകൾക്ക് എല്ലാ തരത്തിലുള്ള PSCകൾ കൂടാതെ RRB, അതേപോലെ SSC തുടങ്ങിയ എല്ലാത്തിനും നമ്മളെ CC ആപ്പിൽ നമ്മളെ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ CC ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. കൂടാതെ കറണ്ട് അഫയേഴ്സ്, അതേപോലെ GK ഒക്കെ അവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓരോന്നിനും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് പറയാനുള്ള ബാങ്കിങ്ങിൻ്റെ ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇനി അടുത്ത ദിവസം ബാങ്കിങ്ങിൻ്റെ അടുത്ത കുറച്ച് ചോദ്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളെ പ്രിപ്പറേഷൻ ഒരിക്കലും നിർത്തരുത്, പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോയിൻമെൻറ്റ് ലെറ്റർ നിങ്ങളെ കയ്യിൽ കിട്ടും വരെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേരുന്നു. കൂടാതെ നമ്മളെ ഫ്രീ ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുക. അവിടെ CSEB ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസും ചോദ്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ്. കൂടാതെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് അവിടെ കൊടുക്കുന്നുണ്ട്. 1 minute 1 PYQ എന്ന രീതിയിൽ റീൽസും മറ്റും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിനെ യൂസ് ചെയ്യാം. മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങളുടെ റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് നല്ലൊരു മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു. Download now. CC Learning App.